ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. വി ആർ നിവേദിത ആൻഡ് നക്ഷത്ര. ഇന്ന് നമ്മൾ പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഷുഗർ സിറപ്പാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി 1/2 കപ്പ് ഷുഗർ മെൽറ്റ് ചെയ്തെടുക്കണം. സിമ്മിലിടണം, കാരണം അല്ലെങ്കിൽ ഷുഗർ സിറപ്പ് കരിഞ്ഞു പോവും. ഷുഗർ സിറപ്പ് നല്ല ബ്രൗൺ കളറായി കഴിയുമ്പോൾ അതിനകത്തൊരു 3-4 സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഷുഗർ സിറപ്പ് നമ്മൾ തണുക്കാൻ വെച്ചു. പിന്നീട് ഞങ്ങൾ കേക്ക് ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് അത് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു. അപ്പോൾ ഇനി ഷുഗർ പൗഡർ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 കപ്പ് ഷുഗർ. അപ്പോൾ ഇതിൽ നമ്മൾ ചെറിയ പീസ് ജാതിക്കയുടെ കുരു, ചെറിയ പീസ് ചുക്ക്, പിന്നെ കറുകപ്പട്ടയും 3 ഗ്രാമ്പൂ ആഡ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. ഇത് ഞങ്ങൾ സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഒരു ഗ്ലാസിൻ്റെ ടിന്നിൽ ഇതിട്ട് സോക്ക് ചെയ്ത് വെക്കാവും. ഞങ്ങളിപ്പോൾ 2 വീക്സ് സോക്ക് ചെയ്തുള്ളൂ. ഞങ്ങൾ ഓർത്തില്ലായിരുന്നു സത്യം പറഞ്ഞാൽ, അതുകൊണ്ട് പിന്നെ സോക്ക് ചെയ്യാനങ്ങ് മറന്നു. പിന്നെ 2 വീക്സ് ഇപ്പോൾ വെച്ചിട്ടുണ്ട്, ആവശ്യത്തിന് സോക്കായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ബദാം, കാഷ്യൂനട്ട്, ഡേറ്റ്സ്, കിസ്മിസ്, ടൂട്ടി ഫ്രൂട്ടി, ഓറഞ്ച് പീല് ഇതെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് ഇന്നത് തന്നെ ഇടണമെന്നൊന്നുമില്ല, ഏത് ഡ്രൈ ഫ്രൂട്ട്സ് അവൈലബിൾ ആണോ അത് ഇടാം. ഇനി ഡ്രൈ ഫ്രൂട്ട്സ് സ്ട്രെയിൻ ചെയ്തെടുക്കുക. ഇതിപ്പോൾ അത്യാവശ്യം നല്ലോണം സോക്കായിട്ടുണ്ട്. ഇനി നമ്മൾ കേക്ക് ഉണ്ടാക്കാനുള്ള പാത്രത്തിലോട്ട് ഇച്ചിരി ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് അതെല്ലാം പാത്രത്തിലെല്ലാം സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് യൂസ് ചെയ്താൽ മതി. ഇതിപ്പോൾ ബട്ടർ പേപ്പർ ഞങ്ങളുടെ കയ്യിൽ ഇല്ലായിരുന്നു, അതുകൊണ്ട് ബട്ടർ പേപ്പറിന് പകരമായിട്ട് ഞങ്ങൾ കുറച്ച് മൈദ ആ ഓയിൽ സ്പ്രെഡായ പാത്രത്തിലിട്ടിട്ട് സൈഡെല്ലാം ഒന്ന് തട്ടി കൊടുത്തു. അപ്പോൾ നമ്മുടെ കേക്ക് ടിൻ തയ്യാറായിട്ടുണ്ട്. സ്ട്രെയിൻ ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സിൽ 2-3 സ്പൂണ് മൈദ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കേക്ക് അല്ലെങ്കിൽ ബേക്കായി കഴിയുമ്പോഴത്തേക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കേക്കിൻ്റെ താഴെ മാത്രമേ കാണത്തുള്ളൂ, ബാക്കി ഏരിയയിൽ കേക്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് കാണില്ല. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക മൈദ. ഒരു ബൗളിൽ ബട്ടർ ഇട്ട് കൊടുത്തിട്ട് അത് സ്പൂണോ ഫോർക്കോ യൂസ് ചെയ്ത് നല്ലോണം അടിച്ചെടുക്കുക. ബട്ടർ നല്ലോണം ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ മുട്ട ആഡ് ചെയ്യണം. ടോട്ടൽ 4 മുട്ടയാണ് ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടത്. പക്ഷേ ഒറ്റയടിക്കോ എല്ലാം ഒരുമിച്ചല്ല, ഓരോന്നായിട്ടാണ് നല്ലോണം മിക്സ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ തൈരൊക്കെ ഇങ്ങനെ കിടക്കില്ലേ, അതുപോലെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വന്ന് കിടക്കും. അതുകൊണ്ട് ഓരോ എഗ്ഗായിട്ട് നല്ലോണം അതിൻ്റെ കൂടെ ഫ്ലഫി ആയിട്ട് മിക്സ് ചെയ്തെടുക്കുക. മുട്ടയും ബട്ടറും നല്ലോണം മിക്സ് ആയതിനു ശേഷം 1/2 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ ജാം ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് ജാം ഇതിനകത്ത് ആഡ് ചെയ്യാം. ഞങ്ങളിത് മിക്സഡ് ഫ്രൂട്ട് ജാമാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്യുക. കേക്കിന് നല്ലൊരു കളറിന് വേണ്ടിയാണ് കൊക്കോ പൗഡർ നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇനി ഇതിലോട്ട് നേരത്തെ നമ്മൾ സ്പൈസസ് ഒക്കെ ഇട്ട് പൗഡറാക്കി എടുത്തിരുന്ന ഷുഗർ നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുക്കും. അത് ഇച്ചിരി ആയിട്ടേ കൊടുക്കാവൂ ആഡ് ചെയ്ത്, അല്ലെങ്കിൽ അത് കട്ട കിട്ടും. കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി 1.5 കപ്പ് മൈദയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇതും കട്ട കിട്ടും. മൈദ ആഡ് ചെയ്യും തോറും നമ്മുടെ ഈ ബാറ്റർ നല്ലോണം തിക്കായി വരും. അപ്പോൾ അത് കുറച്ചൊന്ന് ലൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെച്ചത് കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 പിഞ്ച് സോൾട്ട് കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇതാണ് കേക്ക് ബാറ്ററിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഇനി ഇത് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നേരത്തെ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്ന പാത്രത്തിലോട്ട് ഇത് ഇറക്കി വെക്കുക.
35 മിനിറ്റ്സിന് ശേഷം ഇത് ഓപ്പൺ ചെയ്ത് ഇതിനകത്ത് കാഷ്യൂ കിസ്മിസ് ടൂട്ടി ഫ്രൂട്ടി ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തു. മീഡിയം ഫ്ലെയിമിലാണ് കേക്ക് ബേക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കേക്ക് കരിഞ്ഞു പോവും. 50 മിനിറ്റ്സിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കി. അപ്പോൾ അതിൻ്റെ ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു സ്റ്റിക്കോ വെച്ച് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ സെൻറ്ററിൽ ചെക്ക് ചെയ്ത് നോക്കി, അപ്പോൾ അത് ബേക്ക് ആയിട്ടില്ലായിരുന്നു, അത് സ്റ്റിക്കി ആയിട്ട് തന്നെ ഇരിക്കുമായിരുന്നു. സൈഡെല്ലാം കുക്കായിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഒരു 1.25 മണിക്കൂറായിട്ടുണ്ട്. നമ്മൾ കേക്ക് ചെക്ക് ചെയ്ത് നോക്കി, നല്ലോണം ബേക്ക് ആയിട്ടുണ്ട്. കേക്ക് നല്ലോണം തണുക്കുന്നതിന് മുന്നേ അതൊരു നൈഫ് യൂസ് ചെയ്ത് അതിൻ്റെ സൈഡെല്ലാം ഒന്ന് വിട്ടെടുക്കുക. എന്നാൽ മാത്രമേ അത് കേക്ക് പാത്രത്തിൽ നിന്ന് വിട്ടു വരത്തുള്ളൂ. അതിനുശേഷം കേക്ക് നല്ലോണം തണുത്തതിന് ശേഷം മാത്രമേ അതൊരു മറ്റൊരു പാത്രത്തിലോട്ട് തട്ടി കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മുടെ ടേസ്റ്റി ആൻഡ് യമ്മി പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. ഒരു ക്രിസ്മസിന് നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ ബൈ.